ഈ വെള്ളം ഞങ്ങൾ രാത്രി വെള്ളം ചോന്നു കൊണ്ടുവരും അവരെ സദ്യക്ക് ഊണ് ചെയ്യാൻ വേണ്ടി 3 ദിവസം ഭക്ഷണം കിട്ടും. അതായത് ഇതിൻ്റെ തലേ ദിവസം അന്ന് പരിപാടി, പിറ്റേ ദിവസം പറയാൻ വൈമുറി എന്ന് പറയും. അപ്പോൾ പണിക്കാർ മുഴുവൻ അതേ ഉള്ളൂ, മറ്റുള്ളതൊക്കെ കരക്കാരും മറ്റുള്ളവരാണല്ലോ. അപ്പോൾ അതായത് അപ്പോൾ ഒരു 3 ദിവസത്തെ സദ്യ കിട്ടും. അപ്പോൾ പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുള്ളൂ. പക്ഷേ കുടുംബത്തും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന കുടുംബക്കാരനെ കാത്തിരിക്കില്ല കാര്യമില്ല, കാരണം നമുക്ക് ഒന്നുമില്ലല്ലോ. അവിടെ ചെന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, ഇന്ന് ഒരുപാട് ആൾക്കാർ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡ്രൈവറോട് ചോദിച്ചാലും ട്രാൻസ്പോർട്ട് ഡ്രൈവറോട് ചോദിച്ചാലും ഉത്തരം പറയില്ല. അങ്ങനെ ഒരു ചോദ്യം ഞാനിപ്പോൾ ചോദിക്കുകയാണ്, എടോ താൻ വണ്ടി ഓടിച്ച് പോണ സമയത്ത് ഇടത്ത് ഭാഗത്ത് കൂടെ ഏത് വണ്ടിയുടെയാണ് ഓവർടേക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. ഞാൻ തോറ്റു. എന്നിട്ട് ഇടത്ത് ഭാഗത്തോടെ വണ്ടിയുടെ ടാൽക്ക് വലത്തോടെ. പക്ഷേ ഇന്ന് ഇടത്ത് ഭാഗത്തോടെയും വലത്തു ഭാഗത്തോടെയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ഡ്രൈവിംഗ് പിടിക്കുന്ന പിള്ളേർ. പുതിയൊരു എപ്പിസോഡുമായി നമ്മൾ വീണ്ടും ഒത്തുകൂടിയാണ്. ലെറ്റ് ദം ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് അവരുടെ ജീവിതാനുഭവങ്ങൾ പറയാൻ വന്നിട്ടുള്ളത്, ഇവിടെ ആദ്യമായി കാറ് ഓടിക്കാൻ പഠിപ്പിച്ച ഒരു ഗോപിയേട്ടൻ, ചെറുപ്പകാലങ്ങളിൽ മിലിറ്ററിയിൽ ജോലിയാവണം, മിലിറ്ററി ദേശത്തിനെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുള്ള 2 പ്രാവശ്യം മിലിറ്ററിയിൽ പോവുകയും 1 പ്രാവശ്യം പോലീസിൽ ചേർന്ന് ആ സേവനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ സുന്ദരൻ എന്ന് വിളിക്കുന്ന നാരായണൻ സ്വന്തമായി പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ പേര് KN നാരായണൻ. വീട്ടിൽ വിളിക്കുന്നത് സുന്ദരൻ എന്ന് പറയും. അഴുകത്തിരി കുറവുള്ള സുന്ദരനായിക്കോട്ടെ എന്നുള്ള മറ്റുള്ള അച്ഛനമാരും വിചാരിക്കും. നാട്ടുകാർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കോടശ്ശേരി വില്ലേജിലാണ് ജനിച്ച് സ്വന്തം വീടൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക്. പാവപ്പെട്ട ആളുകളായിരുന്നു. ഒരു വാടക വീടുണ്ടായിരുന്നു, അതിൽ വിട്ടു. പിന്നെ ഞാൻ ജനിച്ച ഉടനെ എനിക്കൊരു 6 വയസ്സായപ്പോൾ 2 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് നിധി പോലെ കിട്ടി, ഗവൺമെൻറ്റിൽ നിന്ന് പറിച്ച് കിട്ടി. പിന്നെ ഞാൻ ആ വളപ്പിലാണ്, തൂമ്പ കണക്കിലായിരുന്നു ശരിക്കും പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ പേര് KV നാരായണൻ ആചാരി, അമ്മയുടെ പേര് കാർത്തിയായിനി. ഇതാണ് അച്ഛനും അമ്മയും. ജനനം കൊടശ്ശേരി, ജീവിതം കൊടശ്ശേരി. 5 വയസ്സ് വരെ ചൗക്ക എലിഞ്ഞിപ്പുറ സ്കൂളിൽ പഠിച്ചു. 47 ജനിച്ചു. 58 ഞാൻ കൊടകരയ്ക്ക് ഇംഗ്ലീഷ് ഇന്നത്തെ മാതിരിയല്ല, അന്ന് മലയാളം 5 കഴിഞ്ഞ പിന്നെ ഇംഗ്ലീഷ് 5 ABCD തുടങ്ങണതാണ്. 7ാം ക്ലാസ്സിൽ പഠിച്ചാണ് പിന്നെ ഹിന്ദി തുടങ്ങണത്. അപ്പോൾ ഇംഗ്ലീഷ് 5 കൊടകര വന്ന് ചേർന്ന് 9 കിലോമീറ്റർ നടക്കണം, കാലത്തും വൈകുന്നേരം നടക്കുകയാണ്. അപ്പോൾ അച്ഛനോട് ഒരു ചെരുപ്പ് മേടിച്ച് തരുമ്പോൾ പല പറഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടായി. അപ്പോൾ അങ്ങനെ 7ാം ക്ലാസ് വരെ, അപ്പോൾ ഇംഗ്ലീഷ് 5 കഴിഞ്ഞു, 6 കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ വരുമ്പോൾ ചെരുപ്പ് കിട്ടാൻ സാധ്യതയായി. ACC എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ, ആദ്യം ACC ആണ് NCCക്ക് മുമ്പ്. അപ്പോൾ ACCയിൽ ചേർന്നപ്പോൾ പോണോലി രാമകൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു കൂടുതൽ. അദ്ദേഹം അന്ന് ഞങ്ങളുടെ മാഷാണ്, ACC റേഞ്ച്. അദ്ദേഹം എനിക്ക് PT ഷൂ എൻ്റെ കാലുമ്മ ഇടിച്ചു തന്നു. അതിൽ പിന്നെ എൻ്റെ കാലുമ്മത് ഇപ്പോഴും ഷൂ തന്നെയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ PT ഷൂ വിട്ടു. NCCയിൽ ചുവന്ന സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ടു. 67 SSLC പാസ്സായി, ടൈപ്പ് റൈറ്റിംഗ് ടോട്ടൻ്റ് പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് പട്ടാളത്തിൽ ചേർന്നു. 20 കൊല്ലം അവിടെയും സർവീസ് ചെയ്തു. പിന്നെ ഇവിടെ വന്ന് 1 കൊല്ലം ട്രെയിനിങ്, 2 കൊല്ലം, 1 കൊല്ലം ട്രെയിനിങ് പട്ടാളത്തിൽ, 1 കൊല്ലം പോലീസിൽ ട്രെയിനിങ് എന്ന് 20, 10, 32 കൊല്ലം സർവീസ് ചെയ്ത് ഇപ്പോൾ പെൻഷൻ മേടിച്ച് ജീവിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതചരിത്രം. ഗോപിയേട്ടൻ, അച്ഛനമ്മ. എൻ്റെ അച്ഛൻ്റെ പേര് കൊച്ചുകൃഷ്ണൻ നായർ, വെമ്മനാട്ട്. അമ്മ കോലാമ്പറമ്പിൽ കുഞ്ഞിക്കാവ് അമ്മ എന്ന് പറയും. അതിൽ മൂന്നാമത്തെ മകനാണ് ഞാൻ. സ്കൂളിൽ വിദ്യാഭ്യാസം പറഞ്ഞാൽ വിദ്യാഭ്യാസം എനിക്കില്ല ആയിരുന്നു. ഞാൻ 1ാം ക്ലാസ്. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ട്. പിന്നെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിൽ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ ജോലിക്ക് അന്വേഷിക്കാൻ പോയി തുടങ്ങി. അത് അന്ന് എന്താ ദാരിദ്ര്യമാണ്, നല്ല ഭക്ഷണമോ കാര്യങ്ങളൊന്നും കിട്ടാൻ ഇതില്ല. എത്ര കൊല്ലം മുമ്പാണ്? വളരെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോയി, അങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് പോയി, കള്ളവണ്ടി കയറി
അങ്ങനെ വഴിക്ക് പിടിച്ചിറക്കി, പിന്നെ വീണ്ടും അടുത്ത വണ്ടിയിൽ കയറി അങ്ങനെ പോയി കോയമ്പത്തൂർ ചെന്നു. ടി ടി പിടിച്ചു. അപ്പോൾ ഞങ്ങളെ അല്ല, ഇവിടുന്ന് പോവാൻ കാരണം എന്താ ഉണ്ടായേ? പോകാൻ നമ്മൾ ജീവിക്കാൻ വഴിയില്ല, വേറെ ഒന്നുമില്ല. എന്നുവെച്ചാൽ വീട്ടിലൊന്നും ചുറ്റുപാടില്ല. വീടെന്ന് വെച്ചാൽ നമ്മൾ വീടുകളൊക്കെ വലിയ ചുറ്റുപാടും കാര്യങ്ങളും വലിയ കാരണന്മാരും വലിയ ജിന്നികളൊക്കെ ആയിരുന്നു അത്. പക്ഷെ നമ്മളെ ഓർമ്മ വെച്ച് വരുന്ന കാലത്ത് ഒന്നുമില്ല. അപ്പോൾ നമ്മളെ ജീവിത മാർഗങ്ങൾ അന്വേഷിച്ച് അങ്ങനെ പോകും. പിന്നെ എങ്ങനെ നല്ല ഡ്രസ്സോ കാര്യമോ വെച്ചാൽ ഈ ഷർട്ടിടാൻ തന്നെ കുളിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മുണ്ടിയിട്ടിട്ട് പോയിരുന്നു 2ാം ക്ലാസ് വരെ. അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ പോയി കുറച്ച് ദിവസം കോയമ്പത്തൂർ വന്നു. അപ്പോൾ ശരിയാവില്ല, ഈ കയ്യുമ്പോൾ. അല്ല, ഇവിടുന്ന് ഇപ്പം എത്ര വയസ്സിലായിരിക്കും? അതൊരു 15-16 വയസ്സിലായിരിക്കാം. അത്ര കാലഘട്ടം ജീവിച്ചു. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഈ കൂടെ ആരെങ്കിലും ഉണ്ടോ? പുറപ്പെട്ടു പോയതല്ല? എൻ്റെ കൂട്ടിൽ പുറപ്പെട്ടത് നിങ്ങൾ ഉണ്ടാൾ. അതായത് നമ്മളെ എന്താ മാധവ് എന്ന് പറയും, നമ്മളെ വടക്കേത്. ഇപ്പോൾ മറ്റേ മരം മുറിക്കുന്ന സുഭാഷിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അവനെ മരിച്ചുപോയി. ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അപ്പോൾ അങ്ങനെ അല്ല, വീട്ടിൽ പറയാണ്ട് ഇങ്ങനെ പുറപ്പെട്ടു പോകണോ? വീട്ടിൽ പറഞ്ഞിട്ട് അല്ല, പറയാണ്ട് പോയി. ആദ്യം പോയില്ലേ മറ്റേ ബോംബെക്കുള്ള പരിപാടിയിലാണ് പോയത്. കള്ളവണ്ടി കയറാനിട്ട് കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി സീറ്റിൻ്റെ അടിയിൽ കിടന്ന് ടി ടി പിടിക്കാണ്ട് അങ്ങനെ പോയി. പക്ഷേ വാളയാറെ ഒന്ന് ടി പിടിച്ചു. അവിടെ പിടിച്ചിറക്കി കാടാണ്. അന്ന് ഇപ്പോഴും കാട് തന്നെ, അന്ന് ശരിക്കും കാടായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല, ടൗൺ മരികയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് അടുത്ത വണ്ടി തോന്നി ഞങ്ങൾ കയറി കോയമ്പത്തൂർ വന്നു. അപ്പോൾ അവിടെ ഇറങ്ങി കയറാൻ ബുദ്ധിമുട്ട് വെച്ചാൽ ടിക്കറ്റായിട്ട് പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് പോകാനായിട്ട് ആരെങ്കിലും സഹായിച്ചാൽ പിന്നെ ആരും സഹായമൊന്നുമില്ല, കാശില്ല. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ കാശില്ല, പിന്നെ വണ്ടി കുടിക്കില്ലല്ലോ. അങ്ങനെ ചെന്ന് അങ്ങനെ അവിടെ പിടിച്ച് ഞങ്ങളിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം പിള്ളേരാണല്ലോ, അപ്പോൾ അത്രയ്ക്കുള്ളതല്ലോ. അപ്പോൾ അവർക്ക് എന്നാൽ ശരി പോളാന്ന് ഞങ്ങളെ അവർക്ക് വിട്ടു. അപ്പോൾ ഇവിടുന്ന് നമ്മളെ മൂന്നൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇപ്പോൾ നേരത്തെ മൂന്നാം മരിച്ചു പോയത്. അവരും അവരുടെ ചേട്ടനും കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ആദ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം വാലാങ്കുളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞ് കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എവിടെയാണ്? കോയമ്പത്തൂർ വാലാങ്കുളം എന്ന് പറഞ്ഞൊരു സെൻറ്ററാണത്. വാലാങ്കുളം എന്ന് പറഞ്ഞൊരു സെൻറ്ററാണത്. അതായത് ഇപ്പം നമ്മളെ ഇവിടെ തന്നെ ഈ അഴകം വല്ലപ്പാടി അങ്ങനെ അതേമാതിരി ടൗണിൻ്റെ ഉള്ളിൽ തന്നെ. അവിടെ ചെന്ന് അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ചെന്ന് പെട്ടത്. രാത്രി ഒരു 11-12 മണിക്കാണ് ചെന്നത്. അപ്പോൾ ഒരു വീട്ടുകാരിങ്ങനെ ഉറങ്ങാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ രണ്ട് നടന്നു പോകുമ്പോൾ ചോദിച്ചു, നിങ്ങളെവിടേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ജോലി അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വീട് എവിടെയാണ്? കൊളകരയാണ്. അവർക്കൊന്നും അറിയില്ല, നമ്മൾ മലക്കാരില്ലല്ലോ. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും നിങ്ങളെ. പോലീസ് പിടിച്ചാൽ സ്റ്റേഷനിൽ കൊണ്ടുപോകും. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ കിടന്നോ, വെളുത്താകുമ്പോൾ എനിക്കത് പോയാൽ പറഞ്ഞു. അവരറിയിപ്പ് കിടന്നു. വെളുത്തായി വീണ്ടും ഞങ്ങൾ കുറച്ചാണ് ചെന്നപ്പോൾ ഈ മൂന്നൻ്റെ സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ മൂന്നും ഈ സപ്ലൈയുടെ സെക്ഷനിലാണ്. അപ്പോൾ ജോലി വെച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞു, മൂന്നും പറഞ്ഞു, മുതലാളി വന്നിട്ടില്ല. മുതലാളി വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ ജോലി കിട്ടും, പക്ഷേ നല്ല ജോലിയൊന്നും കിട്ടില്ല, എന്തെങ്കിലും കിട്ടും. അവൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. കാരണം ഇത് ഭക്ഷണം കിട്ടിയാൽ. അപ്പോൾ മൂന്നും പറഞ്ഞു. മുതലാളി പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മുതലാളി വന്നു. മുതലാളി വന്നപ്പോൾ ചോദിച്ചു പറഞ്ഞു, നിന്നോന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ജോലി ഗ്ലാസ് കഴുകൽ, പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കഴുകല്ലേ. പക്ഷേ അത് 2 ദിവസം കാണുന്നു. അപ്പം നമ്മൾ പുറത്ത് പോയി ഒരു പരിചയമൊന്നും അങ്ങനെയില്ല. ഇതുള്ള ഈ പൊടിയിരിക്കഞ്ഞും കാര്യങ്ങളൊക്കെ അന്ന് റേഷനൊക്കെ പൊടിയുള്ളൂ, അങ്ങനെയൊക്കെ കുറിച്ചുള്ളത്. അപ്പം നല്ലൊരു ആഹാരം കിട്ടുന്നതിന് പ്രത്യേകത. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കൈയൊക്കെ ചീഞ്ഞു തുടങ്ങി. ഈ വെള്ളം ഇങ്ങനെ ഇതല്ലേ, നല്ല ഭയങ്കര ബിസിനസ്സുള്ള ഇതാണ്.
അതായത് നമുക്ക് വേറെ പണിയില്ല, അങ്ങനെ ചൂണ്ടിരിക്കുക, ഇത് കഴുകുക. പക്ഷേ കൈ ആകെ അതെ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനോട് പറഞ്ഞു, നമുക്ക് പറ്റില്ല അത്. അപ്പം ഇനിയിപ്പോൾ എന്താ വേറെ, ഇപ്പം നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും കിട്ടാൻ ഇവിടെ വഴിയില്ല. അപ്പോൾ ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാ തിരിച്ച്. ഇവിടെ വന്നു അല്ല പുറപ്പെട്ടു പോകുമ്പോൾ മതി. അങ്ങനെ അത് പറഞ്ഞ അത് കഴിഞ്ഞ ശരി നമുക്ക് എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അതിന് വണ്ടിക്കൂലിക്ക് അന്ന് കാശ് കിട്ടി അവർ തിരിച്ചു വരാൻ. തിരിച്ചു വരാൻ. ഇവിടെ വന്നപ്പോൾ അതിലും വലിയ നാണക്കേടായിരുന്നു. പുറപ്പെടും പോയ ആൾക്കാർ രണ്ടാഴ്ച വന്നപ്പോൾ തിരിച്ചു വന്നില്ല. അയാൾ നാണക്കേട് പറ്റും. നാണക്കേട് പറഞ്ഞ കാര്യമൊന്നുമില്ല, പറ്റുന്നില്ല. അതാണ് അല്ല വശങ്ങൾ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് കാലം പോകാനൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ ഈ ഷഷ്ടികളും കാര്യങ്ങളും കാവടി തുള്ളാനും അതിനൊക്കെ നടക്കും. പിന്നെ അയലക്കത്ത് കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിശേഷം കാത്തിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു ചുറ്റുപാടാണ് ഇരുന്നത്. അപ്പോൾ അതിന് അവളെ പണികളൊക്കെ ചെയ്യും, ഉത്സാഹിക്കും അവിടെ. ഇവിടെയൊക്കെ നമ്മളെയൊക്കെ അവരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ ഈ വെള്ളം ഞങ്ങൾ രാത്രി വെള്ളം ചോന്നുകൊണ്ട് വരും അവരെ സദ്യക്ക്. ഊണ് ചെയ്യാൻ വേണ്ടി 3 ദിവസം ഭക്ഷണം കിട്ടും. അതായത് ഇതിൻ്റെ തലേ ദിവസം അന്ന് പരിപാടി, പിറ്റേ ദിവസം പറയാൻ വൈമുറി എന്ന് പറയും. അപ്പോൾ പണിക്കാർ മുഴുവൻ അതേ ഉള്ളൂ, മറ്റുള്ളതൊക്കെ കരക്കാരും മറ്റുള്ളവരാണല്ലോ. അപ്പോൾ അതായത് അപ്പോൾ 3 ദിവസം സദ്യ കിട്ടും. അപ്പോൾ പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുള്ളൂ. പക്ഷേ കുടുംബത്തിലും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന കുടുംബക്കാരനെ കാത്തിരിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കൊന്നുമില്ലല്ലോ. അങ്ങനെ കുറേ കാലങ്ങൾ പോയി പിന്നെ ഇങ്ങനെ വലുതായി പോരുകയാണല്ലോ. അപ്പം ഇങ്ങനെ പറയും, ഈ പറയുന്ന ഈ ഇവരുടെ പറഞ്ഞ ഷഷ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ കാവടി ഈ വലുത്തായിട്ട് പറഞ്ഞില്ലേ ഈ കാവടി പണിക്ക് വരും. കാവടി അന്ന് കെട്ടായിരുന്നു അന്ന്. കാവടി അതായത് കരക്കാരാണ് പണി. അതിപ്പോൾ മറ്റേ നമ്മുടെ സെറ്റ് ഉണ്ടല്ലോ, അത് സെറ്റിൽ ഞങ്ങൾ പിള്ളേരൊക്കെയാണ് പണി. അപ്പോൾ അതിൻ്റെ രാത്രി കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയൊക്കെ കിട്ടും, കട്ടൻ കാപ്പി. അപ്പോൾ അതൊരു സന്തോഷമാണ്. എന്താ പറയുക, ഈ ദാരിദ്ര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ സന്തോഷം. അങ്ങനെ ഷഷ്ടി ഒരു മാസം 1.5 മാസം ഉണ്ടാവും. ഏത് ഈ കാവടി പണി 1.5 മാസം ഉണ്ടാവും. അതായത് ഷഷ്ടി കഴിഞ്ഞാൽ പിന്നെ കാർത്തിക അങ്ങനെ ആടുക. അപ്പോൾ അതൊക്കെ ഇതുകൂട് ബന്ധപ്പെട്ട് അങ്ങനെ ആടാൻ പോവോ? ഞാൻ ആടാൻ്റെ തിരുവനന്തപുരത്ത് പോയുള്ളൂ, കോഴിക്കോട് പോയുള്ളൂ. ചോന്നുകൊണ്ടോണം. എറണാകുളത്തേക്ക് ഡോറിയുണ്ട്, അത് PSൻ്റെ വിളക്കാണ് എറണാകുളത്ത്. പിന്നെ റേഡിയോ സ്റ്റേഷനിലാണ് അത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. മറ്റുള്ളത് ഇവിടെയൊക്കെ പെരുമ്പാവൂരൊക്കെ സാധാരണ നടന്നു പോകാറുണ്ട്. പെരുമ്പാവൂർ അയ്യപ്പൻകാവുണ്ട്, അവിടേക്ക് ഷഷ്ടിയാണ്. അങ്ങനെ ഒരു 10-20-30 കിലോമീറ്ററൊക്കെ നിസ്സാര നടക്കും കാവടി വന്ന്. പിന്നെ അത് ഞാൻ തുള്ളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം. അപ്പോൾ ഒരു 3 ദിവസം അതങ്ങനെ കഴിയത്. 2 ദിവസം കാവടിയുടെ തുള്ളിയുള്ള പരിപാടി, അത് 3 ദിവസം അതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അന്നൊരു 15 രൂപ 20 രൂപയൊക്കെ കിട്ടുക. അപ്പോൾ പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മ പറയും, എന്തോരം കാശ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കള്ളത്തരങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് ഇത്ര കിട്ടി. അപ്പോൾ 10 രൂപ കൂടെ കൊള്ളാന്ന് പറയും. അപ്പോൾ 10 രൂപ കൊടുക്കും, അപ്പോൾ 5 രൂപ നമുക്ക്. അത് നമുക്ക് സന്തോഷം. പക്ഷെ അന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണമെന്ന് നുണ പറയില്ല, അവർക്ക് കൊടുക്കും. അവർ പറയണം നീ ഇത്ര എടുത്തോന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഇതാണ്. ഈ ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ലല്ലോ. ഇന്നത്തെ പിള്ളേർ എന്തെങ്കിലും കുളത്താലേ ഇതുള്ളൂ, നമുക്കങ്ങനെയല്ല, പേടിന. അപ്പോൾ ഈ അവർ ചോദിക്കും, നിങ്ങൾ ഇത് കാശിട്ട് എന്ത് ചെയ്യാൻ പോണു? അപ്പോൾ ഒന്നുകൂടെ സിനിമയ്ക്കാണ് വേറെ പരിപാടികളൊന്നും. സിനിമ ചാലക്കുടി അങ്ങനെ നടന്നു തന്നെ പോകണം. കൊടകരയുണ്ട് സിനിമ കൂട്ടർ, അങ്ങനെ. പിന്നെ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ നമ്മുടെ ആദ്യത്തെ ഒരു തിയേറ്ററിനായിരുന്നു നമ്മുടെ ദ്വാരകയിൽ മുമ്പുണ്ടായിരുന്നു. അത്
എനിക്ക് ഓർമ്മ ഫസ്റ്റിൽ ഇവിടെ ഉണ്ടായിരുന്നു കൃഷ്ണൻകുട്ടി മേനോൻ ഗോൾഡൻ തിയേറ്റർ. ഞാനന്ന് ഈ നടേശനൊക്കെ ഉണ്ടല്ലോ, അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച ആണ് ഗ്യാപ്പ് ഇടുക സിനിമ. അന്ന് തമിഴ് സിനിമ ആയിരിക്കും, അത് പോയി കാണാനായിട്ട്. അപ്പൊ നമുക്ക് തറയിലാണ് ടിക്കറ്റ് എടുക്കുക. നിങ്ങളുണ്ടാവുന്ന കാലത്തൊക്കെ വളരെ മാറ്റങ്ങളൊന്നും പക്ഷെ സംവിധാനമൊക്കെ വന്നില്ല, വളരെ മാറ്റങ്ങളൊന്നുമില്ല. അതിൽ പറഞ്ഞ ആദ്യം ഉണ്ടായിരുന്നു ഗോൾഡൻ തിയേറ്റർ എന്ന് പറഞ്ഞിരുന്നു, അതൊരു ആദ്യം ഉണ്ടായിരുന്നത്. ചെറുകെട്ടിനെ കുറിച്ച് ഒന്ന് പറയണം. ചെറുകെട്ട് അന്നത്തെ ഞാന് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അല്ല, തെക്കുമുറിന്ന് നമുക്ക് ഞങ്ങള് ഈ മീൻ മകരമാസത്തിലാണ് അത് കന്യമാസിൽ കിട്ടും. അപ്പൊ ഈ തുലാവർഷമാണ് ഈ വെള്ളം സ്റ്റോർ ചെയ്യണ. ഏത് വെള്ളം ഇതുവരെ നിൽക്കുന്നറിയോ? മേടമാസം വിഷുവിൻ്റെ ഒരു 15 ദിവസം മുമ്പേ വെക്കേഷൻ ആ സമയത്ത് അല്ലെ, സ്കൂൾ വെക്കേഷൻ ആ സമയത്താണ് തുറക്കാറെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞങ്ങള് അമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ടീം ഇങ്ങനെ വന്നിട്ട് നമുക്ക് മീൻ പിടിച്ചു കൊടുത്ത അതിന്റെ ഒരു കമ്മീഷൻ അപ്പൊ കുറെ ഭാഗത്ത് ഈ പിള്ളേർ ഇറങ്ങും. അപ്പൊ നമ്മള് പിടിച്ച മീനെ ഇവര് ഭാഗം വെക്കും, എന്നിട്ട് നമുക്ക് അരഭാഗം അല്ലെങ്കിൽ കാൽഭാഗം അങ്ങനെ. മകരം 10 താല്പര്യ സമയത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുക, മകരം 10 വെള്ളം നിറഞ്ഞു നിൽക്കും. അതേ പറഞ്ഞേ, ഇത് ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയും വെള്ളം നിൽക്കുന്നതാണ്. അപ്പം ഞങ്ങൾ അമ്മ നമ്മളെ ഈ പണിക്ക് പോകുന്ന രാജുണ്ടല്ലോ, രാജൻ്റെ അച്ഛൻ കറപ്പൻ എന്ന് പറയും, മരിച്ചുപോയി. അതായത് ഇമ്മട്ടിയുടെ മൂത്തമോൻ. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ നീന്തും. ഒരു കർണാടക പറമ്പെന്ന് പറയും, ഇതിൻ്റെ നേരക്കരെ 200 മീറ്റർ ഉണ്ടാവില്ലേ? ആ, അതിനെക്കാളും കൂടുതൽ. അതായത് ഇപ്പൊ ഈ കാണുന്നപ്പോ ഈ ചെറിയ അതിന്റെ അക്കരെ അവിടെ വരെ വെള്ളം മുകളിൽ നിൽക്കും. അതായത് ഇപ്പുറത്തെ ഈ സൈഡിൽ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ പുതുക്കാരി പോണ വഴിയുണ്ട്, അതിലൊക്കെ ഇങ്ങനെ. അപ്പൊ ഞങ്ങൾ ഇവിടെ നീന്തി അക്കരെ കയറും. അന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല, കശുമാങ്ങി മാങ്ങ തിന്ന് കഴിഞ്ഞ് അങ്ങനെ പോയി അങ്ങനെ നീന്തും. അതിനെ വീണ്ടും അന്ന് വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ കിട്ടും, അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ കാരണന്മാർ അച്ഛനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിറയിലിറങ്ങിയെന്ന് പറഞ്ഞാൽ ഇമ്മട്ടിയും എൻ്റെ അച്ഛനൊക്കെ കളിക്കാൻ കാത്തു വെക്കും. വന്ന വഴിക്ക് കിട്ടും, എന്നാലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ. പിന്നെ ഇവർ ഇക്കരെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങില്ല. ഇവിടുന്ന് അങ്ങോട്ട് നീന്തി കഴിഞ്ഞാൽ കരയിലെ കണ്ണായി ജോസ് എന്നുള്ളൂ, ആരുടെ പറമ്പാണത്. അവിടെ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ അവിടെ നോക്കിയാൽ കാണാം ഇവരെല്ലാം. അന്ന് ഈ മറയൊന്നുമില്ല, ആ സൈഡൊന്നുമില്ല, വെറും പ്ലെയിനായിട്ട് എടുക്കാനുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് നോക്കും. ഇവർ പോയാൽ ഞങ്ങൾ അവിടെ അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഇവിടെ പോകണം. വീട്ടിലേക്ക് പോകണമെങ്കിൽ പിന്നെയും നേരം കിട്ടും. എന്നാൽ സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തും വേണം. സന്ധ്യയ്ക്ക് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തിൽ കയറ്റില്ല, അങ്ങനെ അടുക്കാനും പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അപ്പം വേറെ ഇതൊന്നുമില്ല, കുടിയ അങ്ങനെ ഒരു അല്ല, അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പിന്നെ ഡ്രൈവിങ്ങിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഡ്രൈവിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ വന്ന് എൻ്റെ അച്ഛനും ചെറിയ ചായപ്പിടി ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ട് പിടിക്കുക. അത് ഇപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ചക്കര കാപ്പി എന്നാ പറയാ. ആ ഇറക്കത്തിൽ ബാബുനൊന്നും അറിയില്ല. അത് മകനൊക്കെ ഇവിടെ അധികം കാലം കുറേ കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ പാലൊഴിച്ച ചായ ഇല്ലേ അല്ലേ? പാലൊഴിച്ച ചായ ഇല്ല അല്ല, ചായപ്പീടിയ ചെറിയ വേറെ ഒന്നുമില്ലല്ലോ. വേറെ ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ലല്ലോ ഇവിടെ. ഈ എന്താ പറയുക, ഈ ഇന്ന് പിടിക്കാൻ പറ്റില്ല, ഒന്ന് ഒരു വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുക, അത് ചായ പിടിച്ച് കുടിക്കുക, അത് കട കാശ് കൊടുക്കില്ല, കാശ് അത് വ്യത്യാസം കൊടുക്കണം. അന്ന് ഈ പാലുകാരൻ പിന്നെ വരവ് നിർത്തും, ആ സ്ഥലം മാറും. പിന്നെ 2 ദിവസം മര്യാദക്കാരുടെ കാശ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിന് 3-ാമത്തെ ഒരു പകുതി വയ്ക്കും. അത് കഴിഞ്ഞ് 2 ദിവസം ഞാൻ പറഞ്ഞ ഈ 67 അന്ന് നാരായണൊന്നും കൂടെ വന്നിട്ടുണ്ടാവില്ല. അല്ല, ഒരു ചായക്ക് കാലണ ഓട്ടക്കാലിൻ്റെ കാലണ അരിയണ 16 അണിയാണ് 1 രൂപ അന്ന്. അതെ, 12 അണ 4 അണ
ഹരിയാന അങ്ങനെയുണ്ട്. അപ്പോൾ അത് പറഞ്ഞ കൊള്ളിക്കിഴങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പൈസ, അത് ഒരു 2 കിലോ 3 കിലോ കിട്ടും. അതുമാതിരി ചാള ഒരു കൊട്ടയ്ക്ക് 25 പൈസയാണ്. ആൾക്കാർ അന്ന് കാലത്ത് പൈസയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ മേടിച്ച് തെങ്ങിൻ്റെ ഇടയിൽ കൊണ്ടുവിടും. അസല് വള തെങ്ങിൻ്റെ. അപ്പം അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പരിപാടിയായിട്ട് ഓരോതായില്ലോ. അപ്പം അങ്ങനെ നോക്കി കാവി തൊഴുതും തേങ്ങ വാങ്ങിക്കഴിഞ്ഞ അന്ന് കാലത്താണ് ഞാൻ നാരായണത് ഇതായത്. അന്ന് അങ്ങനെ കുറേശ്ശെ നിന്ന് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം പൈസ കിട്ടി തുടങ്ങിയപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റായി എന്തെങ്കിലുമൊക്കെ. അത് കഴിഞ്ഞാൽ ഇതിലും അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. പിന്നെ ഈ നമ്മളെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ അച്ഛൻ്റെ ചായപ്പീടിയെന്ന് അവിടെ ഈ പറഞ്ഞ പോലെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ പണി ഈ പണി വെള്ളം എന്നപ്പം വെള്ളം കൊണ്ടുവരണം, കുറ്റിക്കാണ്ട എൻ്റെ കൊണ്ടുവരണം, അത് അധികാണ്ട എൻ്റെ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറമേ നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടിയ കാശ് കിട്ടില്ലേ, ഇത് കാശ് കിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അപ്പോൾ ആമ്പലൂർ രോഗത്തിലായിരുന്നു. അയാളെ ഞാൻ ഇവിടെ വെച്ച് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അയാൾ ഈ വടക്കാഞ്ചേരിയിൽ ജോലി ചെയ്യായിരുന്നു. അപ്പം ഞാനോട് പറഞ്ഞ് വല്ല ചാൻസിനെ ഒന്ന് പറയേ എന്നാണ്. അത് ഞാൻ പിന്നത്തെ അവിടെ വന്നപ്പോൾ പറഞ്ഞു ഇന്നമാതിരി കടയുണ്ട്, നമുക്ക് അവിടെ പോവാം. ഞാനവിടെ കുറച്ചാൾ നിന്നിട്ടുണ്ട്, നല്ല മുതലാളിയാണ്. ശരി ഞങ്ങൾ വിട്ടു. അപ്പോൾ അത് പറയാണ്ട പോയി കേട്ടോ, പറയാണ്ട് പോയി നിൽക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി. അല്ല വീട്ടിൽ പറയേണ്ട പോയേ? ആ വീട്ടിൽ പറയേണ്ട പോയി. അതിന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ജോലി കയറി. കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ചേട്ടൻ ഇത്തിരി ഇതായിരുന്നു, അല്ല എനിക്ക് പേടിയായിരുന്നു, എവിടെ പോയാലും പിടിച്ചുകൊണ്ട് വരും അങ്ങനെ. പിന്നെ ആള് അന്വേഷിച്ചല്ലേ, കാരണം കാര്യമില്ല പോവും. അങ്ങനെ പോയി അവിടെ ചെന്ന് ആ കടയിൽ നിന്നു. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടി സപ്ലൈ ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് അവിടുത്തെ കുക്ക് പോയി പറഞ്ഞത് അവൻ നമ്മളിതൊക്കെ കണ്ടുപിടിച്ചല്ലോ. ഞാൻ ഉടനെ കുറച്ച് കുക്കിൻ്റെ അതിലേക്കാണ് കയറി. നല്ല സാപ്പാടും കാര്യങ്ങളൊക്കെ നല്ല കച്ചവടം. മെയിൻ ഉദ്ദേശം അത് കഴിഞ്ഞ് അപ്പം മോദായിട്ട് ഭയങ്കരമായിട്ട് പോയി. അപ്പം എന്നോട് പറഞ്ഞു താൻ ഈ ജോലിക്കുന്നത് എനിക്ക് താൻ ഒരു കൈത്തോട് എന്തെങ്കിലും പഠിക്കുന്നത് പറഞ്ഞു. അവരെന്ത് ഞാൻ ഇത് കൈത്തോട് പഠിക്കണം. അവർക്ക് സോഡ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പ്രമോഷൻ അങ്ങനെ കിട്ടി, സോഡ നിറയ്ക്കുക, ഫില്ലിങ് കൊടുക്കുക. അപ്പോൾ അവനോട് പറഞ്ഞു താൻ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് അന്നുണ്ട് ഡ്രൈവിങ് പഠിക്കണം. അന്ന് എളുപ്പമല്ലല്ലോ ഡ്രൈവിംഗ് അത്രയൊന്നുമല്ല. അങ്ങനെ അതിനോട് പറഞ്ഞു ഈ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഒഴിവില്ലേ, അപ്പോൾ ആ നേരത്തിൽ നീ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാൻ നോക്കുന്നു. അങ്ങനെ അവളൊരു നമ്മളെ ആൾക്കാരൊരു മാതംകുട്ടി നായിട്ടുണ്ടായിരുന്നു, ഒരു കുങ്കുമത്തെ, അങ്ങനെ ഒരു നല്ലൊരു തറവാട്ടുകാരൻ നല്ലതാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞേ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെയാണ്. അതിനൊന്നും ഞാൻ ശരിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇതിൻ്റെ കാശൊക്കെ ഇതിൻ്റെ കാശൊന്നുമില്ല, നീ വന്നോ എന്ന് പറഞ്ഞു. വന്നോ. പിന്നെ കുറേശ്ശെ അങ്ങനെ കൂടി, കുറച്ച് കാലം അങ്ങനെ കൂടി വലുപ്പോൾ എളുപ്പം നല്ലതായിട്ട് പഠിക്കാനൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അപ്പം കാശ് കൊണ്ടു കിട്ടണം, ഈ മുതലാളി തരണം. അപ്പോൾ ഞാൻ പറയും അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ശരി കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ കാശ് തരും, അത് കൊണ്ട് കൊടുക്കും. അപ്പോൾ അങ്ങേർക്കും ഇങ്ങേരായിട്ട് ഭയങ്കര അടുപ്പായി. അപ്പോൾ ഇങ്ങേര് പറഞ്ഞ് അവനൊന്ന് ശരിയാക്കി ശരി. അങ്ങനെ അയാളെ ഇതാണ്. അപ്പോൾ എല്ലാ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ട് പഠിക്കാനല്ലേ, അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം നമുക്ക് ഒരു അന്ന് ഈ ഇതൊന്നുമില്ല, സ്ഥലത്തുമ്പോഴില്ല ആനിലൊക്കെ അടിക്കണം. അപ്പോൾ എന്നത് എനിക്കിത് ആലോചിക്കണില്ല, ഹോട്ടൽ ഭക്ഷണമല്ലേ, നല്ല ഗുണ്ടെന്നാണ് നമ്മളെ. അപ്പോൾ ഇത് അടിക്കാൻ അപ്പോൾ അങ്ങനെ സ്ഥിരം എന്നെ കൊണ്ടുനടക്കുക. കാരണം മറ്റൊരു സെൽഫില്ലല്ലോ, സെൽഫില്ല. അതുമാതിരി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ
പിന്നെ ബ്രേക്ക് സിസ്റ്റം ഇന്നത്തെ മാതിരി ഒന്നുമില്ല. ഇതൊന്നും കാലമായില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു 70-75 ഉണ്ടായിട്ടുള്ളത്. ഈ മറ്റേ ബ്രേക്ക് സിസ്റ്റം ഒക്കെ മെക്കാനിക്കൽ മെക്കാനിക്കൽ ബ്രേക്ക്, പിന്നെ 4 പ്രാവശ്യം പമ്പ് ചെയ്യണം. ഫ്ലൂയിഡും ഫ്ലൂയിഡ് പോയാ പോയി അവിടെ കിടന്നു. അതും വണ്ടി അങ്ങനെ പഴയ വണ്ടികളെ കാറ് ഒരു റൗണ്ട് പ്ലേയാണ്. ഒരു റൗണ്ട് പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാലേ ഇത് ശരിക്കും ഓടാൻ പറ്റുള്ളൂ. അത് ഹിൽമൻ 48 ഹിന്ദുസ്ഥാൻ അങ്ങനെ വണ്ടികളാണ്. ഹിൽമൻ ഇംഗ്ലീഷ് വണ്ടികളാണ് മുഴുവനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വന്നതിനാൽ ഈ 48 ഹിന്ദുസ്ഥാൻ വന്നു. പക്ഷെ അത് ഡ്രൈവിങ് സ്കൂളിലേക്ക് നല്ലതല്ല. അപ്പോൾ അവർ ഹിൽമനൊക്കെയാണ് ഇംഗ്ലീഷ് വണ്ടികളാണ്. അപ്പോൾ അത് നമ്മൾ ഇതുമാതിരി ഇത് സെൽഫില്ല അടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരോഗ്യത്തിന് കുറവാണ് ഈ ഇതിൽ മുതൽ ഇത് ഡ്രൈവിങ് സ്കൂളിൽ. അപ്പം അന്ന് ഈ ബ്രേക്ക് ടെസ്റ്റിൻ്റെ വണ്ടി ടെസ്റ്റൊക്കെ നമ്മൾ അകമല ചുരല്ലേ, ഇപ്പം അകമല ഇപ്പം കുറുവാളിക്കാവ് കഴിഞ്ഞിട്ട് അവിടെയാണ് മല ഏരിയ മുഴുവൻ. അവിടെയാണ് വലിയ കയറ്റം ഇറക്കമാതെ കാണും. അവിടേക്കാണ് അതായത് ഇന്നത്തെ മാതിരിയുള്ള ഡ്രൈവിംഗ് അല്ല, ശരിയായിട്ട് പഠിപ്പിക്കുക. കയറ്റത്തിൽ എന്ത് ചെയ്യണം, ഇറക്കത്തിൽ എന്ത് ചെയ്യണം, എന്നൊക്കെ കയറ്റം കീറിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ശരിക്കും പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചത് നല്ലൊരു ഇതായി. പിന്നെ ഇപ്പോൾ ടെസ്റ്റ് കൊടുക്കണ്ടേ, ടെസ്റ്റ് അന്ന് എത്രയോ കാശ് എനിക്ക് ഓർമ്മയില്ല, വളരെ നിസ്സാര കാശേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മളോടൊന്നും ചോദിക്കില്ല. അപ്പോൾ ഞാൻ ഒരു ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ആളെ ആശാൻ പറഞ്ഞു, ഇങ്ങനെ ടെസ്റ്റ് കൊടുത്തോളാൻ പറഞ്ഞു. അതിനെന്താ അതിനെപ്പറ്റി പൈസ അതെന്താ വെച്ചാൽ അവിടുന്ന് അയാളുടെ അനിയൻ്റെ ഒരു കൊച്ചപ്പൻ വന്നിട്ടുണ്ട്. ഇയാളുടെ പേര് ചേറു എന്നാണ്, ക്രിസ്ത്യനാണ്. നമ്മളെ ആൾക്കാർക്ക് നല്ല ഇതാണ്. ഇതാണ് അയാളുടെ അനിയനോ ഗോപിക്ക് എന്താ വേണ്ടത് കൊടുത്തോ, അവൻ ടെസ്റ്റ് പോകണമെന്ന് പറഞ്ഞു. ഓ ശരി. പിറ്റേ ദിവസം കാലത്ത് അവന് രണ്ടൊരു കാശ് തന്നു. അപ്പോൾ അന്ന് ടെസ്റ്റ് ഫീസൊക്കെ അപ്പം തന്നെ അടയ്ക്കാം. പിന്നൊക്കെ കാല ടെസ്റ്റ് ഓർഡർ പഠിക്കണമെന്ന്. പൈസയൊക്കെ അതെ അങ്ങനെ അവിടെ നിന്ന് എഴുതിവിടുക. അപ്പോൾ അന്ന് ബേക്ക് ഇൻസ്പെക്ടറൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദൈവം വരെ ഇങ്ങനെ എന്താണ് അത്രയും ഒരു പേടിയാണ്. ഒരു ചെറിയ തെറ്റുണ്ട് കഴിഞ്ഞാൽ ആദ്യം പഠിച്ചിട്ട് വരാൻ പറയും. അതാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു 2-3 കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായല്ലോ. അത് ചെന്ന് ഈ ഒക്കെ നോക്കി. അപ്പോൾ എൻ്റെ ബേക്ക് ഇൻസ്പെക്ടർ കോട്ടയത്ത് തന്നെ ആയിരുന്നു. ദിവാകരൻ എന്ന് പറഞ്ഞ ഒരു മാനാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ വീട്? ഞാൻ പറഞ്ഞ കൊടകരയാണ്. എത്ര ഇവിടെ വന്നിട്ട്? ഞാൻ പറഞ്ഞ ഒരു 2-3 കൊല്ലമായി ഇവിടെ വന്നു. ശരി ഓടിച്ചോന്ന് പറഞ്ഞു. ഓടിച്ച് ഭാഗ്യം കൊണ്ട് 4 കീറ് മാറി എന്ന് പറഞ്ഞു നിർത്തിക്കോന്ന് പറഞ്ഞു. 4 കീറ് മാറിയത്തിനാണ് നിർത്തിക്കോളാം. റിവേഴ്സ് കൊടുത്തില്ല, എങ്ങനെയും ഒന്നും കൊടുത്തില്ല. എന്നാൽ നല്ല കൂടുതൽ ആൾക്കാരൊക്കെ ഇല്ല. കാരണം നമ്മളെ ഫസ്റ്റിൽ ഓടിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി വണ്ടി ഓടിക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് പറഞ്ഞു അന്ന് ഈ പറഞ്ഞ ഈ ബാഡ്ജ് വേണം അന്ന്. അത് 1 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. ഈ ബാഡ്ജ് എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ വേറിട്ട മരിച്ചോ എന്ന് അനിച്ചിട്ടുണ്ട്. അതിനുശേഷം 2-3 പ്രാവശ്യം കണ്ട് ഞാൻ കോട്ടയത്ത് ചോറാത്തിന് കണ്ടു. കോട്ടയത്ത് വിളിച്ചിട്ട് എന്നെ വിളിച്ചങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് അന്ന് ഭക്ഷണമൊക്കെ തന്ന് എന്നെ വിളിച്ച് അത്രയും ഒരു ആത്മാർത്ഥത്തിൻ്റെ അയാൾക്ക്. അപ്പോൾ നമ്മളും വിചാരിച്ചോ ഒരു നിമിത്താണ്. ചിലർ നല്ല നീറ്റ് ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ഇവിടെ തന്നെ വന്നു. കാരണം ആസ്ഥാനം നമുക്ക് ഇതാണല്ലോ, നമ്മളെ വീടല്ല, തറവാടൊക്കെ അതാണല്ലോ. അവിടെ ചെന്ന് ആദ്യം വീണ്ടും ഈ പണികളൊക്കെ തുടങ്ങി. അത് ഇത്രയും കാശൊക്കെ മുടക്കി തന്നെയല്ല, നമുക്ക് ഭക്ഷണം തന്നെ വലിയ ഇതുണ്ട്. പക്ഷെ വലിയ പണിയൊന്നും നമ്മൾ എടുക്കണില്ലേ. അങ്ങനെ നിന്നു. അങ്ങനെ തിരിച്ചു പോയാ ഇല്ല, അവിടെ നിന്നു ഞാൻ കുറച്ച് കാലം അവിടെ നിന്നു. അപ്പോൾ എന്നോട് ആൾ വന്ന് പറഞ്ഞു ഇങ്ങനെ ചാൻസ് ഉണ്ട് അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ഇന്ന വലിയൊരു ഇതുണ്ട്, ഡോക്ടർ മോഹൻ സാറിൻ്റെ ഒരു വണ്ടിയിൽ ചാൻസ് ഉണ്ട്, അവിടെ നിന്നോളാം. ശരി പോക്കോന്ന് പറഞ്ഞു. അവിടെ പോയൊരു 6 മാസം നിന്നു. 6 മാസം നിന്നപ്പോൾ ഒരുവിധം നല്ല ഒരു എക്സ്പീരിയൻസൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പറഞ്ഞേ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ പോവാം, അവിടെ അധികം നല്ല ഒരു പുതിയ പാർട്ടിക്ക് ഇനി കിട്ടും എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു ശരി പൊക്കോ, അത് നല്ലത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് അത്ര ഒരു ആകില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് നാട്ടിലെത്തി. തിരിഞ്ഞിവിടെ വന്നു. അന്ന് വന്നിട്ടും അങ്ങനെ പണിയിക്കുന്നു വെച്ചാൽ വണ്ടികളൊന്നും ഇവിടെ ഇല്ലല്ലോ. കിട്ടുണ്ടായി അത് കാളന്മാർക്ക് വണ്ടി ഉണ്ടായി കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കാളനൊക്കെ പിന്നീട് ഉണ്ടായത്. അതല്ല
ഇവിടെ ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലത്ത് വണ്ടിയിലത് ഷേട്ട് അപ്പവൻ മാത്രമേ ഉള്ളൂ. അതും ഒരു വണ്ടി അപ്പട്ടമാനൊക്കെ പിന്നീടല്ലേ വന്ന്. പിന്നെ ഒരു വണ്ടി മേടിച്ച് ഇമ്പാവ് പറഞ്ഞു നമ്മുടെ ജോൺസന്റെ കപ്പൻ, അത് ചവർലൈറ്റ് വലിയൊരു പോത്തം അങ്ങനെ വണ്ടി. അപ്പം അതിൽ ആരാന്നറിയോ? ശങ്കരകുട്ടിനാരാണ് ഡ്രൈവർ. എനിക്കറിയാം. ഇപ്പോഴത്തെ പിയൂസ് എന്ന് പറഞ്ഞ ആളാണ് ഈ അപ്പാപ്പനുള്ള ഡ്രൈവർ. അപ്പോൾ നമ്മളിവരടുത്ത് വരും ദിവസമായി. കാരണം അവരാശന്മാരല്ലേ, എന്തെങ്കിലും ഒരു ചാൻസ് പിന്നാലൊക്കെ നടന്നെങ്ങനെ. അപ്പോൾ വല്ല ചാൻസിന് ഞാൻ പറഞ്ഞാലോ എന്നുവെച്ചാൽ അന്ന് ഈ പ്രൈവറ്റ് വണ്ടിയില്ല, പബ്ലിക്കാരൊരു കുറവല്ലേ, പ്രൈവറ്റ് വണ്ടിയിലെ ആൾക്കാരുടെ എന്താ നിൽക്കാൻ. അപ്പോൾ നോക്കട്ടെ, അങ്ങനെ നോക്കി അപ്പോൾ ദിവസം വരും ഞാൻ. അങ്ങനെ വന്ന് ഏതോ ഒരു ദിവസം അന്ന് ദീപാലമേനോൻ വണ്ടി മേടിച്ചു, LIC എന്ന് വെച്ചാൽ. അങ്ങനെ മനക്കുളം സ്കൂൾ അഡ്മാഷായിരുന്നു. അഡ്മാഷായിരിക്കുമ്പോൾ ഈ LICയുടെ വർക്ക് ചെയ്ത് അങ്ങനെ ഡെവലപ്മെൻറ്റ് ഓഫീസറായി. ഡെവലപ്മെൻറ്റ് ഓഫീസറായപ്പോൾ ഇവർ കമ്പനിയിൽ നിന്ന് വണ്ടി കൊടുത്തു. അതേമാതിരി സ്റ്റാൻഡേർഡ് 20 എന്ന് പറയും. അതിനുശേഷമായിട്ടില്ല ഈ മുമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞേ നിങ്ങൾ നിന്നോ, കാരണം അങ്ങനെ ഓടിച്ചോളൂ. അങ്ങനെ വെച്ചാൽ അവർ ടീം ഈ ശങ്കരൻ നമ്പൂതിരി, മറ്റേ അച്ഛൻ, പിന്നെ കൊച്ചപ്പ മേനോൻ, ഇവർ ഒന്നിച്ചൊരു വണ്ടി മേടിച്ചു. അപ്പോൾ അതിന് ആശാൻ ശങ്കരൻ നമ്പൂരിയാണ്. ശങ്കരൻ നമ്പൂരി അന്ന് ട്രാൻസ്പോർട്ട് ഡ്രൈവറായിരുന്നു, KSRTC. കേട്ടില്ലേ? ഇലക്ട്രിസിറ്റിയിലായിരുന്നു. അപ്പോൾ അന്ന് ഈ ഇങ്ങനെയാണ് ഇത്തിരി ഇതൊക്കെ മേനന്മാർ വലിയ വലിയ ആൾക്കാരാണുള്ള ഒരു കമ്പനി. നമ്മൾ ഇന്നത്തെ മാതിരിയല്ല. അന്നങ്ങനെ കമ്പനി അവരുടെ വണ്ടി പഠിച്ചു. ഇവരെല്ലാവരും കൂടി പഠിച്ചു. എല്ലാവരും കൂടി പഠിച്ച് ഈ വണ്ടി കൊണ്ട് വിറ്റു. പഠിച്ചു കഴിഞ്ഞിട്ട് ആ വണ്ടി വിറ്റു. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അവരൊക്കെ ആ ഡ്രൈവിങ് ഇതിലാണ്. അപ്പോൾ അവരോട് പറഞ്ഞേ, നീ കാര്യം വലിയ ജോലിയൊന്നും ശമ്പളമൊന്നുമില്ല, ഭക്ഷണം കാര്യമായിട്ട് കിട്ടും, വല്ല മാസം ഒരു 15 രൂപ 20 രൂപ തരും, മനസ്സിലായ. അങ്ങനെ ആളെ നമുക്ക് പ്രാക്ടീസ് ആവണമല്ലോ. അപ്പം അതൊരു ചാൻസ് കിട്ടിയാൽ അപ്പം പോവാലോ. അപ്പോൾ നാരായണൻ്റെ അന്നത്തെ പറഞ്ഞ മാതിരി അന്നത്തെ സാമൂഹിക അന്തരീക്ഷം ഉണ്ടല്ലോ, നമ്മൾ ജനിച്ചു വളർന്നുള്ള. എൻ്റെ സാമൂഹ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഞാൻ ഇദ്ദേഹം കപ്പക്കഴുങ്ങ് പൊഴിക്കുന്ന കഥ പറഞ്ഞല്ലോ. ഈ 2 ഏക്കർ ഭൂമി പതിച്ച് കിട്ടിയപ്പോൾ അവിടെ കപ്പ നട്ടലായിരുന്നു എൻ്റെ പണി. ഇന്ന് എൻ്റെ വളപ്പിൽ പോയ ഒരു പുല്ല് കിട്ടില്ല. ഇന്നും ഞാൻ അരമണിക്കൂർ എണിക്കാനും നടക്കാനും വയ്യ, 1 മണിക്കൂർ കളക്കി ഞാൻ. അപ്പോൾ ശരീരത്തിലെ വേർപ്പവും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഈ കൊള്ളിക്കഴുങ്ങ് വിറ്റിട്ട് കാളവണ്ടിയിൽ കൊണ്ടുപോകണം. കാളവണ്ടിയിൽ ഒരു ഡ്രൈവർ ഫ്രണ്ടിൽ കാള വലിക്കും. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലും ഞാൻ പറയാം കൊടുങ്ങല്ലൂര് ആ മൂടിന് എത്തി കൊടുക്കണ്ടേ കയറ്റം, തൊമ്മാല കയറ്റാൻ പറ്റും. കാളവണ്ടി കയറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, താരിങ്ങില്ല. പിന്നെ പുല്ലൂറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊടുങ്ങല്ലൂർക്ക് പോണ വഴിയിൽ. നേരം വെളുക്കുമ്പോൾ അവിടെ ചെല്ലും. ഈ കപ്പ അവിടെ മുട്ടിട്ട് ഇയാൾക്ക് തൂക്കം കൊടുക്കാം. അന്ന് എന്നിട്ട് കിലോന് എന്നിട്ട് 3 രൂപ ഏറ്റവും 3 രൂപ ഇല്ല അണയാണെന്ന് കണക്ക്, 16 അണയാണെന്ന് രൂപ. അപ്പോൾ 12 അണ, ചിലപ്പോൾ 8 അണ കിട്ടും. ഇപ്പോൾ 2 രൂപ ഒരണ കൂടുതൽ കിട്ടാൻ ആ പുല്ലൂറ്റിക്ക് പോകണേ. ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ഞാൻ മൂട് ഉദിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് വിൽക്കും, ട്രാവസർ ഇട്ടിട്ട്. ഞാൻ പോയി എനിക്ക് എന്തെങ്കിലും ഒരു കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ രാത്രി ഉറക്കം വിളിച്ചു. ചെറുപ്പം മുതൽ എനിക്ക് കാശിന് ബുദ്ധിമുട്ടുണ്ടായില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പിന്നെ ഈ അടയ്ക്കാമ്പരത്തിൻ്റെ ഈ പഞ്ഞ ഈ ഈ കാച്ചപ്പള്ളിയുടെ ഒരു പന്തലുണ്ടായിരുന്നു, അടയ്ക്കാൻ പന്തൽ. അതിൽ ഈ ഒരു 10 പഞ്ഞ കൊണ്ട് കൊടുത്താൽ 2-3 രൂപ എടുത്ത് കയ്യിൽ വരും. അങ്ങനെ ചെറുപ്പം മുതലേ മിഠായി മേടിച്ച് തിന്നാനും പിടിക്കാനും കാച്ചുണ്ടായില്ല. അപ്പം ഞാൻ വേറൊരു കഥ പറയുകയാണെങ്കിൽ, പട്ടാളത്തിൽ ഞാൻ ചേർന്നൊരു കഥ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഒരു ബോധം. പട്ടാളത്തിൽ ട്രെയിനിങ് കണ്ട് നിൽക്കുന്ന അച്ഛനമ്മമാർ ഒരു മക്കളെ പട്ടാളത്തിൽ ചേർത്തില്ല, അത്ര കടുപ്പാണ്. അതുപോലെ എങ്ങനെ കിട്ടണം അപ്പോൾ നമുക്ക് അത് ഒരുപാട് ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ 10ാം ക്ലാസ് ആളെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ അന്ന് അത് പോകുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ, സംവിധാനം മാറിയില്ല. ഞാൻ പറഞ്ഞ പോലീസിൽ ഒരു കാലത്ത് ആളെ എടുത്തിരുന്നത് 10 ജോലി ചെയ്യുന്ന. ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ 10 ജോലിക്കാരാണ് ചെയ്തത്. അപ്പോൾ ആ ആൾക്കാർ ഈ ജോലി കഴിഞ്ഞ് വൈകുന്നേരം
കുളിക്കാൻ പോകും അവിടെ പടിഞ്ഞാറത്തറയിൽ, അതായത് പാറമേക്കാവിൻ്റെ അത് പടിഞ്ഞാറത്തറ, ഇത് മടത്തില വരവില്ലേ എന്താ പടിഞ്ഞാറത്തറ, അവളേക്ക് കുളിക്കാൻ പോകും. അപ്പോൾ ഈ പോലീസിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ആൾക്കാരെ പുറത്ത് കയറി ഇവരെ പിടിച്ച് കൊണ്ടുപോകും, ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകും. ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകും. അതിലെന്നാൽ അതവിടെ അന്ന് ചില ആൾക്കാർ അതിൽ പിടിച്ച് നിന്നിട്ടുണ്ട്, ചില ആൾക്കാർ മതിയാടി പോരും. ഈ കുളിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ടോ? അല്ല, ഹോട്ടൽ ജോലിക്കാർ നല്ല തണ്ടും തടിയല്ലേ, നല്ല ഭക്ഷണമല്ലേ. അപ്പം അവരല്ലേ ഇതുള്ളൂ. അതായത് അവരെ പണി കഴിഞ്ഞാൽ നല്ല ഇന്ന് പൈപ്പും കീപ്പൊന്നല്ല, അന്ന് പൂത്തുപൊണ്ടിയിൽ കിണറ്റിന്ന് വെള്ളം കോരാൻ 10 അടിക്കൊക്കെ. അത് എത്ര 5-6 ആളാണ് ചെപ്പോളം കെട്ടിയിട്ടാണ് ഈ വെള്ളം കോരുക, മോട്ടർ കീട്ടറൊന്നുമില്ല. അപ്പം അതിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ അവിടെ വലിയ ടാങ്ക് കെട്ടിക്കണ്. അവിടെ അപാര കച്ചവടമാണ്. അതെന്നാൽ ജയ്ഹിന്ദും പത്തനംതിട്ട 2 മറ്റേ ബ്രാഹ്മൺസിൻ്റെ ഹോട്ടലുകൾ, അതായത് ഒരു ഉടുപ്പിക്കാരാണ്, ഇമ്രാന്മാരാണ് അവരുടെ. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും അവിടെ ഭക്ഷണം ചെയ്യുള്ളൂ. പിന്നെ റേഷനുള്ള കാലത്താണ് അവരങ്ങനെ ഈ പത്തനംതിട്ട ആൾക്കാരെയാണ് ഇത് പിടിച്ചിട്ട് പോയിരുന്നത്. ജോലിക്കാര് പട്ടാളി പോലീസ് ആളെ കിട്ടാണ്ട് അന്ന് പോണില്ലല്ലോ, ആരും പോണില്ല. അപ്പോൾ ഇത് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകണമെന്ന്. അപ്പോൾ ചിലർ പിടിച്ച് അവിടെ നിൽക്കും. അന്ന് വിദ്യാഭ്യാസമുള്ള പോലീസൊന്നുമില്ലല്ലോ, ഒക്കെ മൂത്ത് അങ്ങനെ വരുന്നതല്ലേ, ഇന്നൊക്കെ നേരിട്ടുള്ള ഇതല്ലേ. അപ്പം അമ്മ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു പട്ടാളത്തിൻ്റെ കഥ. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 64-65 SSLC പാസ്സായി. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഓടിച്ചു. ചാലക്കുടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് ഓടിച്ചു 6 മാസം. 10ാം ക്ലാസ് പാസ്സായി എല്ലാവരും അതാണല്ലോ പണി, ടൈപ്പ് റൈറ്റിംഗ് ഡോട്ടിൻ്റെ ഓടിക്കുള്ളൂ. ഇന്നിപ്പോൾ അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഡോട്ടിൻ്റെ പഠിച്ചപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് അവൻ്റെ ടൈപ്പ് റൈറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ട്. ടൈപ്പ് റൈറ്റിംഗ് അല്ല, അതിൻ്റെ ഷോർട്ട് ഹാൻഡ് ഇല്ല, അതിൻ്റെ അക്ഷരങ്ങളൊന്നും PBTD അങ്ങനെയൊക്കെ വവ്വൽസൊക്കെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൈയൊക്കെ വിഷമമുണ്ടാവും. ഞാനും അറിയാതെ ആരും അറിയാതെ കോഴിക്കോട് വെസ്റ്റേൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ രാത്രി വണ്ടി കയറി ഇതുപോലെ തന്നെ ഗോവിച്ചേട്ടൻ പോയിമാരി പോയി. അവിടെ നിന്ന് പട്ടാളത്തിലേക്ക് തന്നെ ഈ പറഞ്ഞോണം പെട്ടെന്ന് എടുത്തു. NCCയുടെ ട്രൂപ്പ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പട്ടാളത്തിൽ. നിങ്ങൾ പാസ്സാണ്, നിങ്ങൾ UF പാസ്ഡ്, ഇവിടെ വരാനായിട്ട് ഞങ്ങളെ കാർഡയക്കുന്നത്. ഇവിടെ വന്ന് 3-ാം ദിവസം അവിടെ അപ്പം തന്നെ കാർഡയച്ചു. ഇവിടെ വന്ന് കാർഡയച്ച് ചെന്നപ്പോൾ 1965 ഭയങ്കര യുദ്ധമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനായിട്ട്. ഒരുപാട് ജനങ്ങൾ മരിച്ചു. ആ മരിച്ചത് കണ്ടപ്പോൾ എൻ്റെ ജേഷ്ഠാനുജന്മാർ പറഞ്ഞു, യാതൊരു തരത്തിലും പട്ടാളത്തിൽ പോകേണ്ട, വേറെ എവിടെ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. തെണ്ടാൻ പോയാലും കുഴപ്പമില്ല, പട്ടാളത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് പറയണതിൻ്റെ കാരണം ഓരോരുത്തർക്കും ഒരു തലവിധിയുണ്ട്. അവൻ എത്ര IAS പഠിച്ചാലും തലവിധി പോലെ അവന് നടക്കുള്ളൂ. നീ എന്താവണം, ഞാൻ ആരെന്താവണം എന്ന് സർവേശ്വരൻ തീരുമാനിക്കും. അപ്പം അങ്ങനെ പട്ടാളത്തിൽ പോയപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ ഇനി എന്താ നിൽക്കുക, ഞാൻ ഇനി ഡ്രൈവിംഗ് പഠിച്ചോളാം എന്ന് പറഞ്ഞു. ഗോപിച്ചേട്ടൻ മതി, ഞാൻ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് പഠിക്കാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ ആലുവയിൽ മുനിസിപ്പൽ കമ്മീഷണറാണ്. ആൾ കോയമ്പത്തൂരിൽ നിന്ന് 3000 രൂപയ്ക്ക് ഒരു കാറ് മേടിച്ചിട്ടുണ്ട്. 3000 രൂപ കാറെന്ന് പറയുമ്പോൾ ഒരു ടയറിൻ്റെ വിലയില്ല അന്ന്. കാർ ഓസ്റ്റിൻ 839 പൊളി ഇങ്ങനെ അടിക്കൽ തന്നെയാണ് പണി. ഹാൻഡും അടിക്കൽ എൻ്റെ പണി. അങ്ങനെ ആ വണ്ടിയിൽ ഒരു ദിവസം തോഷിബാനന്ദൻ്റെ അവിടം വരെ വണ്ടി ചേട്ടൻ കൊണ്ടുവന്നിട്ട്, ചേട്ടനാണ് എൻ്റെ ആശാൻ, രാജനാൾ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ കൊണ്ടുകൊടുത്തുമ്പോൾ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ സൈഡിൽ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആളും പറഞ്ഞത് എന്നോട്, അപ്പം നിന്നെ നീ എന്നിട്ട് പഠിപ്പിച്ച് നീ ആളും എടുക്കണമല്ല എന്ന് പറഞ്ഞു. നാളെ തൊട്ട് സ്വന്തം എടുക്കാൻ പറഞ്ഞു. പിന്നെ സ്വന്തമായിട്ട് വണ്ടി എടുത്തു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് എറണാകുളത്ത് മേനകോപടിക്ക് പോയി. ഞാൻ ഒറ്റയ്ക്ക് ഓസ്റ്റിനേറ്റ് ഓടിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, ഇന്ന് 20 ആൾക്കാർ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡ്രൈവറോട് ചോദിച്ചാലും ട്രാൻസ്പോർട്ട് ഡ്രൈവറോട് ഞാൻ ഉത്തരം പറയില്ല. അങ്ങനെ ചോദ്യം ഞാനിപ്പോൾ ചോദിക്കുകയാണ്, എടോ താൻ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഇടത്ത് ഭാഗത്ത് കൂടെ ഏത് വണ്ടിയുടെയാണ് ഓവർടേക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. ഞാൻ തോറ്റു. എന്നിട്ട് ഇടത്ത് ഭാഗത്തോടെ വണ്ടിയുടെ ടാൽക്ക് വലത്തോടെ. പക്ഷേ ഇന്ന് ഇടത്ത് ഭാഗത്തോടെയും വലത്തു ഭാഗത്തോടെയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ഡ്രൈവിംഗ് പഠിക്കുന്ന പിള്ളേർ. ആണുങ്ങൾക്കും അറിയില്ല ഇടത്ത് ഏതാ, പെണ്ണുങ്ങൾക്കും അറിയില്ല വലത്തും അറിയുന്ന ആൾക്കാർ. ഇന്ന് സിസ്റ്റം ഇല്ല. ഇപ്പം നമ്മളൊരു കുഞ്ഞ് വണ്ടി എടുത്ത് കൊടകര പോയി വീട്ടിൽ പോകുമ്പോൾ 100 ഇടത്ത് ഭാഗത്തോടെ എൻ്റെ ഇടത്ത് ഭാഗത്തിൻ്റെ മുമ്പിൽ കൂടെ വണ്ടി കൊണ്ടുവന്ന് ഞാൻ കാണാറുണ്ട്.
ഇന്ന് ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇടത്തും വലത്തും അറിയില്ല. സൈക്കിള് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ വലത്തു ഭാഗത്തോടെ നടക്കണം, വാഹനം ഓടിക്കുമ്പോൾ ഇടത്തു ഭാഗത്തോടെ പോകണം, വളവിലൊക്കെ ഒരു ഹോൺ അടിക്കണം. ഇതൊന്നുമില്ലെന്ന്. കയറ്റത്തും ഇറക്കത്തും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ട്രാൻസ്ഫിൽ ഭയങ്കര നിയമമാണ്. കയറ്റത്തും ഇറക്കത്തും സൈഡ് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മേക്കെട്ട് കയറി തല്ലുന്നൊരു കാലഘട്ടമല്ലേ. അങ്ങനെ ലൈസൻസും കിട്ടിയിട്ട് പട്ടാളത്തിൽ വന്നു. ലൈസൻസ് കിട്ടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ SSLCക്ക് NCCയിൽ എന്നെ NCC ചേർത്ത ഈ കൂട്ടുകാരനാണ്, K അപ്പു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആൾ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുടിയാണ് താമസിക്കുന്നത്. എനിക്കൊന്ന് പോയി കാണണം. അപ്പു അപ്പോൾ അപ്പു പറഞ്ഞോടാ സുന്ദരം, ഞാൻ ഏത് പണി ചെയ്യണു നിന്നെ ഞാൻ ആ പണിയിലാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞ ഒരു കൂട്ടുകാരൻ നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ സന്തോഷം എന്ന് പറഞ്ഞു. ഞാനിതൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ലെറ്ററൊക്കെ എഴുതാറുണ്ട്, ആൾ എനിക്ക് അയക്കാറുണ്ട്. എന്നോട് ഭയങ്കര സ്നേഹം, കക്ഷി ഒരു കൂട്ടുകാരനാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പട്ടാളത്തിൽ ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് ഫുട്ബോളിൻ്റെ മെയിൻ ആളാണ് അവിടെ. നായിക്കാണ് 2 വരെയൊക്കെ വെച്ച് ഇരിക്കുന്ന കാലം. സുന്ദര നീ വേഗം പോരെ, നാസിക്കിൽ ഞാൻ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് 60 രൂപ സൊസൈറ്റിയിൽ നിന്ന് എൻ്റെ അച്ഛൻ ലോൺ എടുത്ത് തന്നു. ഈ 222 നമ്പർ സൊസൈറ്റി അവിടെ ഉണ്ടായി. ഞാനവിടെ ചെന്ന് ആളവിടെ ചെന്ന് സ്വന്തം അനുജനെ പോലെ കയറ്റി എനിക്ക് അവിടെ പട്ടാളത്തിൽ സ്റ്റോർ അക്കൗണ്ടൻ്റായിട്ട് ജോലിയും കിട്ടി. അങ്ങനെയാണ് 20 കൊല്ലം. ഇനി അത് വേറൊരു ചരിത്രമാണ്. ഈ യുദ്ധ ഫീൽഡിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അപാര ചരിത്രമാണെന്ന്. 67 ചേർന്ന് 1 കൊല്ലം ട്രെയിനിങ്, അപ്പോൾ 68ആയി. 68 കഴിഞ്ഞ് 69 ഫസ്റ്റിൽ ഈ ബെൽഗാമിൽ പോസ്റ്റിംഗ് വന്നു. അന്ന് റഷ്യൻ്റെ സൂപ്പർ മീഡിയം ഗണ്ണ് ബീരങ്കി തെങ്ങിൻ്റെ വണ്ണത്തിലുള്ള ബാരലാണ്. ഏതായത് ഒരു 50 അടിയൊക്കെ നീളത്തിലുള്ള ബാരലാണ് മിസൈൽ. ആ യൂണിറ്റിൽ ഞങ്ങൾ പോസ്റ്റിംഗ് ആയി. അവിടെ ചെന്ന് ആദ്യത്തെ ലീവ് 2 മാസം ലീവ് വന്ന് 15 ദിവസം കഴിഞ്ഞ് മടക്കി വിളിച്ചു. യുദ്ധം തുടങ്ങി 71 വാറ്. ഞങ്ങളുടെ യൂണിറ്റ് സംഗ്രൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. സംഗ്രൂരിൽ നിന്ന് ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ ലെഫ്റ്റനൻ്റ് ആത്മാ സിംഗ്, ഒരിക്കലും മറക്കാത്ത പേരാളും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവുമോ അവർ പറയാണ്. ഇനി ഇപ്പോഴത്തെ ഇതുവരെ നിങ്ങളെ കമാൻഡർ ഞാനായിരുന്നു. ഇനി നിങ്ങളുടെ അപ്പന റൈഫിളിലോ തോക്കെടുത്തോ 10 റൗണ്ട് എടുത്തോ, ഇനി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി നിങ്ങളുടെ ജീവിതം ജീവിച്ചോന്ന് പറഞ്ഞു. ജീവിതം പോയി. അപ്പോൾ ഞാൻ വെച്ച് പോയി, ഇനി രക്ഷയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു. അവിടെ നിന്ന് മൂവായി. രാത്രി മൂവാണ്, വിളക്കില്ല. യുദ്ധത്തിലേക്ക് മൂവാണ്, ബോർഡറിലേക്ക് പോവാണ്. പാകിസ്ഥാൻ ബോർഡറിലേക്ക് അവിടെ ഇരിക്കുന്നവന് ജീവൻ കിട്ടും. ഞാൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് പോയി രവി നദി ക്രോസ് ചെയ്താൽ പാകിസ്ഥാനായി. ഗുരുദാസ്പൂർ സെക്ടറിൽ രവി നദി ക്രോസ് ചെയ്യാനായിട്ട് 9 എഞ്ചിനീയേഴ്സ് ഒരു രാത്രി കൊണ്ടൊരു പാലം പണിതു. ഇപ്പോഴും വയനാടുണ്ടാക്കിയല്ലേ ബ്രിട്ടീഷ് പട്ടാളക്കാർ വന്നിട്ട് അതുപോലെ പാലം തീർന്നു. ഈ പാലം പണിയുമ്പോൾ പാകിസ്ഥാൻകാരിൽ മഴ പെയ്യുന്ന മാതിരിയ പോകുമ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പതുങ്ങിയിരിക്കുക. വണ്ടികൾ കത്തുക കിടന്ന്. ഞങ്ങൾ ജീവനുണ്ടോ കടന്നു അവിടെ ചെന്ന്. അപ്പോൾ അവരുടെ വീടൊക്കെ ഒഴിക്കും. യുദ്ധം ചെയ്യുമ്പോൾ അവിടുത്തെ മനുഷ്യന്മാരെയൊക്കെ ഒഴിച്ച് വിടും. അപ്പോൾ അവിടുത്തെ മുന്നിൽ കുറേ ആൾക്കാർ മരിക്കലും കിരിക്കലും. മൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മൈൻ പടക്കം ചരിയ. അത് ഒരാൾ 100 കിലോ വെയിറ്റുള്ളത് പൊട്ടും. ടാങ്ക് പൊട്ടുന്നതുണ്ട്. വലിയ വലിയ വണ്ടികൾ, ശക്തിമാൻ വണ്ടിയൊക്കെ ഇല്ലേ. ഇതങ്ങോട്ട് നിന്നിട്ട് പൊട്ടി പന്തം കണ്ട്. ഇപ്പോൾ എന്താ പറയുക, അന്നത്തെ കഥ. അന്ന് എൻ്റെ ജീവിതം പോയി. അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഞങ്ങളുടെ വീട്ടിൽ എന്തോ ഡിഫൻസ് ഫണ്ടിലേക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കിട്ടുന്ന സാധനങ്ങൾ എൻ്റെ വീട്ടിൽ അറൗണ്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മരിച്ചു എന്നാണ് കോടശ്ശേരിയിലുള്ളവർ പറഞ്ഞത്. ആ സുന്ദരം മരിച്ചു കിട്ടുമെന്ന് പറയുന്നത് ഈ ഗോപി ചേട്ടനൊക്കെ അറിയാം കഥ. സുന്ദരത്തിൻ്റെ പെട്ടി വന്നു. പണ്ട് കാലത്ത് ചത്ത് കഴിഞ്ഞാൽ അറിയലും നിന്ന മാതിരി കൊണ്ടല്ലും പിടിക്കലൊന്നും പെട്ടി വരിക. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ആ സുന്ദരത്തിൻ്റെ പെട്ടി വന്നു. സുന്ദരം യുദ്ധം നടക്കുകയാണല്ലോ. അപ്പോൾ പെട്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ആൾക്കാർ ഒരു പ്രത്യേക തരത്തിൽ ഈ കക്ഷി ഏതാണ് അപ്പോൾ സുന്ദരം മരിച്ചു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ നാളിവിടെ മരിച്ചു എന്നൊക്കെ. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു മരിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞു. സഭയിൽ 2ാമത് ജനിച്ചതാണെന്ന് ചോദിച്ചാൽ മതി. ഞാൻ മരിച്ചില്ല, മനുഷ്യ ഒരു വിധം രക്ഷപ്പെട്ടു. മരണത്തിനൊക്കെ അവിടെയപ്പെട്ട മാതിരി ആയിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് വേറെ യുദ്ധം അങ്ങനെ കാര്യമില്ല. ഇവിടെ വന്ന് 2ാമത് പോലീസിൽ ചേർന്ന് 1 കൊല്ലം ട്രെയിനിങ്ങാണ്. അപ്പോൾ 79 വയസ്സിൽ 2 കൊല്ലം ട്രെയിനിങ്. അല്ല, ഒരു പ്രാവശ്യം മിലിറ്ററിയിൽ പോയിട്ട് പിന്നെ വന്നിട്ട് പിന്നെ വീണ്ടും പോയോ? ഇല്ല 20 കൊല്ലം കഴിഞ്ഞു. 71 തൊട്ട് 67 തൊട്ട് 87 വരെ മാർച്ച് 31 വരെ തന്നു. ഇവിടെ വന്നു വീണ്ടും പോലീസിലേക്കായിട്ട്. വേറെ ഒരു പണിയും കിട്ടിയില്ല. ഞാൻ എംപ്ലോയ്മെൻറ്റ് ഓഫീസറോട് പറഞ്ഞു, സാറേ ഇനി പറ്റില്ല പോലീസിലൊക്കെ, ഞാൻ വയ്യ, 38 വയസ്സുണ്ടെന്ന്.
താൻ എന്തുകൂട്ടാ ഈ പറയണം, ഇത്രയും നല്ല പണി തന്നിട്ട് വേണ്ട നമ്മൾ ശമ്പളം വെച്ചിട്ട് തല്ലാൻ വന്നു. ചെന്നപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് വീണു. അത് കഴിഞ്ഞിട്ടുണ്ടായൊരു സംഭവം, ഒരു വേൾഡ് ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾക്ക്. കൂത്തുപറമ്പ് വെടിവെപ്പ് വണ്ടിയും കത്തിച്ച് കളയുന്നു ഞങ്ങളാ. അന്ന് കേരളത്തിൽ കത്തിയ വണ്ടിക്ക് കണക്കില്ല. കൂത്തുപറമ്പ് 5 ആൾ മരിച്ചു. എന്നിട്ട് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെളുപ്പാങ്കാലത്ത് രാത്രി ഇവിടുന്ന് പോയിട്ട് വെളുപ്പാങ്കാലത്ത് അവിടെ റോഡൊക്കെ കത്താൻ നിന്ന് ടാറും ഒക്കെ കല്ലേറും കില്ലറും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്നിട്ടാ പറഞ്ഞു, ഈ സമരക്കാർ പറയണ് ഇവരെ ഇങ്ങനെ ദയിപ്പിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ നിങ്ങളുടെ ഒറ്റ തന്നെ ജീവനിൽ എടുക്കാനില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ തലശ്ശേരി കൂത്തുപറമ്പ് ഈ 2 യുദ്ധത്തിലും 71 വാറിലും കൂത്തുപറമ്പ് യുദ്ധത്തിനെക്കാട്ടിയും കൂടുതൽ പേടി കൂത്തുപറമ്പ് വെടിവെപ്പിലായിരുന്നു. ശരി ഗോപിയേട്ടൻ, അപ്പോൾ അന്നത്തെ കാറ് ഓടിച്ചു, അങ്ങനെ നടന്നു. പിന്നെ നമുക്ക് ഒരു ടാക്സിയുടെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ശരിക്കും. പരമേശ്വരൻ ഒരു വണ്ടി മേടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അവിടെ നിൽക്കുന്ന കാലത്ത്. അല്ല, അങ്ങൊരു ടാക്സി എന്നുള്ള നിലയ്ക്കാണോ മേടിച്ചത് അന്ന്? അല്ല, സ്വന്തമായിട്ട്. പിന്നെ ടാക്സി പെർമിറ്റ് എടുത്തു. പിന്നെ അന്ന് ഈ ടാക്സിൻ്റെ പെർമിറ്റും ആൾക്കാർ അറിയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ അവരുടെ ഓട്ടം കാണിച്ചത് അങ്ങനെ അന്ന് കൂപ്പ് കോൺട്രാക്റ്റായിരുന്നു. ചാലക്കുടി വെള്ളപ്പരാവസ്ഥരുടെ കമ്പനിയായിട്ട് അവരിങ്ങനെ കൂപ്പിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ലേലം വിളിക്കാനൊക്കെ ഈ പമ്പ, പച്ചക്കാനം, മൂഴിയാറ്, അവിടെയാണ് ഇവരുടെ കൂപ്പുകൾ. പിന്നെ അമ്പാസമുദ്രം, മലക്കപ്പാറ, അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടമാണ് അത്. അത് കഴിഞ്ഞ് അവരുടെ ഓട്ടം കഴിഞ്ഞ് പിന്നെ വല്ല പറ്റിയ ആൾക്കാരങ്ങനെ അങ്ങനെ പറയുമല്ലോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അന്ന് ഈ വെട്ടിപ്പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കാറിൽ പോക്കുമെന്ന് വളരെ അപൂർവമാണല്ലോ. അങ്ങനെയുള്ള ഇത് കുറേ കാലം അങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ അന്ന് പിന്നെ ടാക്സി പെർമിറ്റ് അങ്ങനെ ഒരു ഇത് അതിലിട്ടു. എന്നുവെച്ചാൽ ടൂറിസ്റ്റ് വണ്ടിയായിട്ട് ഞാൻ ടാക്സിയുടെ കൊടുത്തിട്ടില്ല, ടൂറിസ്റ്റ് വണ്ടി കൊടുത്തുള്ളൂ. അപ്പോൾ പുതിയ വണ്ടി അങ്ങനെ എടുത്തു. അത് ടൂറിസ്റ്റ് പെർമിറ്റ്. അന്ന് ടൂറിസ്റ്റ് പെർമിറ്റൊക്കെ വണ്ടി അംബാസഡർ ബുക്ക് ചെയ്താൽ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുക. അന്നൊരു വ്യവസ്ഥ വേറെയുണ്ട്. ടൂറിസ്റ്റ് കോട്ട എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആ കോട്ടയിൽ ബുക്ക് ചെയ്താൽ 1 കൊല്ലത്തിനകത്ത് വണ്ടി തരും. അപ്പോൾ അങ്ങനെ കോട്ടയിൽ അതിൻ്റെ ഏജൻറ്റുകളുണ്ട്. ചാലക്കുടി ഒരു നട്ടൻ ബാബുട്ടി എന്ന് പറയും, സെൻട്രലിൽ തന്നെ ഒരു പോലക്കച്ചവടം. നട്ടൻ ബാബുട്ടി അറിയില്ല? അങ്ങനെ ഇതിൻ്റെ ആളാണ് ഈ വണ്ടി. അതിന് ഈ ഇതൊക്കെ ഇതുണ്ടല്ലോ, അത് കൊണ്ടുവരണമെങ്കിൽ പോണ്ടിച്ചേരിയിലേക്ക് പോകണം. കൽക്കത്തയിൽ നിന്ന് പോയി നേരെ വണ്ടിയിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഒരു ചെറിയ മാർജിൻ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇങ്ങനെ വണ്ടി ഫസ്റ്റ് എടുത്തത്, ടൂറിസ്റ്റ് കോട്ടയിൽ. അപ്പോൾ ആ വണ്ടി എടുത്തപ്പോൾ ഒരു വണ്ടി ബുക്ക് ചെയ്തു. അപ്പോൾ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്ന് പെർമിറ്റ്, ടൂറിസ്റ്റ് പെർമിറ്റ് 4 കൊല്ലം. 4 കൊല്ലം കഴിഞ്ഞ് വണ്ടി മാറ്റണം, അതിൽ ആവശ്യമാക്കണം. അപ്പോൾ 4 കൊല്ലം. അപ്പോൾ ഇത് വണ്ടി അങ്ങനെ ബുക്ക് ചെയ്ത് 4-ാം കൊല്ലത്തിൽ വണ്ടി വന്നു. അപ്പോൾ ഈ വണ്ടി വിറ്റു. അപ്പോൾ വീണ്ടും ഇത്. അപ്പോൾ പിന്നെ അന്നത്തെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടങ്ങളാണ്. അങ്ങനത്തെ ഒരു മേഖല ഉണ്ടാവില്ല ഓട്ടത്തിന്, സാധാരണക്കാരനില്ലല്ലോ. അംബാസഡർ അന്നില്ലല്ലോ. അന്ന് അംബാസഡർ ഇറങ്ങിയ കാലങ്ങളാണ്. അതായത് 60-ലാണ് അംബാസഡർ ഇറങ്ങണത്. 59 വരെ ലാൻഡ് മാസ്റ്ററാണ് ഹിന്ദുസ്ഥാൻ്റെ കമ്പനി തന്നെ. 60-ലാണ് ഈ അംബാസഡർ വന്നത്. അത് OHV എന്ന് പറയും, സൈഡ് വാൽവാണ്, ഓവർഹെഡ് വാൽവല്ല. അങ്ങനെ കുറച്ച് കാലം ഇത് വന്നു കഴിഞ്ഞു. 62-ൽ മറ്റേ ഇതായിട്ട് സൈഡ് വാൽവ് മറ്റായിട്ട് വന്നു, OHV. അങ്ങനെ അപ്പം അന്ന് ഈ 4 കൊല്ലം കഴിഞ്ഞാൽ വണ്ടി മാറ്റണമല്ലോ. അങ്ങനെ 2-3 വണ്ടി ആയിട്ട് ഈ പരമേശ്വരൻ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഈ ഇതിലേക്ക് തന്നെ വന്നു, ഈ കൂപ്പിൻ്റെ ഇതിലേക്ക് തന്നെ. അപ്പം പിന്നെ അവരുടെ വട്ടം തന്നെയായി. അപ്പം അങ്ങനെ ഈ ശബരിമല വാടകയൊക്കെ പോവും, ചില ഇതൊക്കെ. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. അല്ല ശരിയേ, കൊടകരയിലത്തെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു അന്ന് ശരിക്കും? കൊടകര അങ്ങാടി ഇപ്പം നമുക്ക് അന്നത്തെ ഒരു മെയിനായിട്ടൊരു കട എന്ന് പറഞ്ഞാൽ
പന്തലക്കാരിലെ കട പലചരക്ക്. പിന്നെ കുറ്റിക്കാടൻ്റെ പന്തലക്കാരൻ്റെ കടൽ. പിന്നെ കുറ്റിക്കാടൻ്റെ ഒരു കടയിലായിരുന്നു, ലോൺ പമ്മാപ്പ എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചോസൊസൈറ്റിയുടെ കടയായിരുന്നു. അവരുടെ അപ്പം പിന്നെ കുറ്റിക്കാടൻ പൈലോതിൻ്റെ ഒരു സൈക്കിൾ കട ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാളൊരു സൈക്കിൾ കട ഉണ്ടായിരുന്നു. അത് കൂട്ടുപോകുന്നത്. അതിന് ഈ മെയിൻ കച്ചവടക്കാർ പലചരക്കിൽ ഒന്ന് കുറ്റിക്കാടൻ, ഒന്ന് കോച്ചക്കാടൻ, മാത്തുണ്ണിയില്ലേ, അങ്ങനെ ഒരാളുണ്ട്. ആ സ്ഥലത്ത് തന്നെയായിരുന്നു വെള്ളിക്കുളങ്ങര വഴിക്കാൻ. ഇപ്പൊ പാർവതിയില്ലേ, അത് അവരുടെ ബിൽഡിങ്ങാണ്. അവിടെ അവരുടെ ബിൽഡിങ്ങാണ്. അത് ആദ്യം ചെറിയ കടയായിരുന്നു. അത് കഴിഞ്ഞാൽ പൊളിച്ച് 2 നിലയായിട്ട് പോണത്. അപ്പം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് അവിടെയും അയാളെ മൂത്തം വേണ്ട മാത്തുണ്ണി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി. കുളമൊക്കെ കാണാൻ കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. 7 മണിയായ എല്ലാം നിശ്ചലായി. വാർക്കക്കെട്ടണം ഒന്നും ഉണ്ടായില്ല, ഒക്കെ ഓടുമഞ്ഞ കെട്ടണം. വാർക്കക്കെട്ടം വന്നത് ഫസ്റ്റിൽ വന്നത് നമ്പൂരി മാഷയാണ്, നമ്മുടെ കേശവൻ്റെയും വാസുണ്ണിയുടെയും അച്ഛൻ്റെ. ഇപ്പോൾ പ്രഭാതം ഇരിക്കുന്നത് അത് 3 നിലയായിരുന്നു. ഇത്ര നേരം വന്നിരുന്ന് കൊടകരനെ കുറിച്ച് രൂപ ഉണ്ടാക്കി. ഇനി വേറെ നമുക്ക് ടാക്സിനെ കുറിച്ചൊരു രൂപ ഉണ്ടായി. എല്ലാത്തിനെ കുറിച്ചൊരു പൊതു വിവരം തന്നതിന് 2 പേർക്കും വളരെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. ബാറിന്റെ നിലയൊക്കെ മേൽപോട്ടുയരുമ്പോൾ കുടിയന്റെ ഗ്രഹനീല കീഴ്പോട്ടാണ്ടേ. കുടിക്കുമ്പോ പോരാന്ന് തോന്നും, കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഭ്രാന്തനാവാം. തനനൈ തന്നാനൈ തന്നാനൈ തന്നെ തനനൈ തന്നാനൈ തന്നാന മദ്യം കഴിക്കുവാൻ ബാറിൽ ചെന്നാലോ മന്ത്രിയെ പോലങ്ങു ആനായിക്കാം, മന്ത്രിയെ പോലങ്ങ് ആനായിക്കാം. മദ്യം കോടിച്ചിട്ട് വീണ് കിടന്നാലോ തൂക്കിയെടുത്തങ്ങ് റോഡിലിടാം. തനനൈ തന്നാനൈ തന്നാനൈ തന്നെ തനനൈ തന്നാനൈ തന്നാന വീണുകിടക്കുന്ന കുടിയൻ്റെ അരികിലെ പാമ്പുകൾ വന്ന് പാതിയിരിക്കാം, പാമ്പുകൾ വന്ന് പാതിയിരിക്കാം. മദ്യം കഴിച്ചങ്ങ് വാഹനം ഓടിച്ചാൽ പിഴയത്തയെന്നങ്ങ് ഓർമ്മ വേണം, പിഴയത്രയെന്നങ്ങ് ഓർമ്മ വേണം പോലെ. ഹെൽമറ്റ് കൂടാതെ വാഹനം ഓടിച്ചാൽ 5000 രൂപ പോക്കറ്റിലും, 5000 രൂപ പോക്കറ്റിലും. മദ്യം കഴിക്കുന്നവനും പുകവലിക്കുന്നവനും കിട്ടുന്ന നിധിയാണ് കാർസിനോമ, കിട്ടുന്ന നിധിയാണ് കാർസിനോമ. വീണുകിടക്കുന്ന കുടിയന്റെ വായില് കാക്കയും നായ്ക്കളും നക്കി തോർത്തും. തനനൈ തന്നെ